പിന്നെന്തിനാണ് എൻ്റെ MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തി ചെയ്ത് പറഞ്ഞത്? ഭരണം മാറിയൊന്നും ഇവിടുത്തെ പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് പഴയ പോലെ പ്രവർത്തിക്കുകയാണ്, വെറുതെയാണ്. ഞാനിപ്പോൾ 20 വർഷം MLA ആയിരുന്നു, ഇതിപ്പോൾ 21ാമത്തെ വർഷമാണ്. എനിക്ക് 5 വർഷത്തോളം കിട്ടും. ജില്ലാ കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. ആലപ്പുഴ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. വള്ളാച്ചൂരിൽ 900 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ആ വോട്ട് ആർക്കും പിന്നെ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള വാർഡല്ലേ. ഈ സ്ഥാനത്തൊക്കെ ഞാനിരുന്നാണ്. സിൻഡിക്കേറ്റിൽ 12 വർഷം ഇരുന്നു. ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ലാതെ എതിരായിട്ട് ഒരു നടപടി എടുത്തതായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെന്തിനാണ് എൻ്റെ MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തി ചെയ്ത് പറഞ്ഞത്? എന്തിനാണ് മാർച്ച് അത് ചെയ്തത്? പോലീസ് ഇതിന് കൂട്ടാനാണ്. ഭരണം മാറിയൊന്നും ഇവിടുത്തെ പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആലപ്പുഴ പോലീസ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അത് പഴയ പോലെ പ്രവർത്തിക്കുകയാണ്, വെറുതെയാണ്. ആരോടും മമതയും കാണിക്കണ്ട, വിരോധം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം. എനിക്ക് ആരുടെ ആനുകൂല്യം ആവശ്യമില്ല. ഒരു പോലീസുകാരനെ ആവശ്യമില്ല. ഞാനൊരു പോലീസുകാരനെ വിളിച്ച് ഇന്നാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാറുമില്ല. പക്ഷേ ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെയാണ് പറയുന്നത്. ആരുടെ ഇവിടെ സമ്മതം വേണം. നിങ്ങളുടെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ വോട്ട് ചെയ്താൽ ചെയ്യിപ്പില്ല. 28,000 വോട്ടാണ് ഭൂരിപക്ഷം. 28,000 വോട്ട് ഭൂരിപക്ഷമാണെന്ന് ആരാണ്ട് പറഞ്ഞത് തന്നെ. കുഞ്ഞാലിക്കുട്ടിക്ക് 1.5 ലക്ഷം കിട്ടിയില്ല. അതാണ് മറുപടി. കുഞ്ഞാലിക്കുട്ടിയുടെ അവിടുത്തെ വോട്ടർമാരാണ് ഇവിടുത്തെ വോട്ടർമാർ. കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത വോട്ടർമാരാണോ? ഇവിടെ ഒരാൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യും. ഇവിടെ ഓരോ വോട്ടർക്കും അഭിപ്രായമുള്ള സ്ഥലമാണ്. അവിടെ അതൊന്നുമില്ല. അവൾ മാസമായിട്ട് ഒരുപാട് ചെയ്യും. പിന്നെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലം, അല്ലാത്ത പാർട്ടിയൊന്നും അവിടെ ഇല്ല. അത് പോട്ടെ. ഇതൊക്കെയാണ് മറുപടി.